ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുമ്പിൽ സകല ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഈശോയുടെ ഏറ്റവും വാത്സല്യമുള്ള മക്കളെ, ഇന്ന് ഈശോയുടെ രാജ്യത്വ തിരുനാൾ തിരുസഭ ആചരിക്കുകയാണ്. ഭൂമിയിലെ സകല അധികാരങ്ങളും ക്രിസ്തുവിൻ്റെ അധികാരത്തിന് കീഴ്പ്പെട്ടതാണെന്നും യുഗാന്ത്യത്തിൽ നാം ഓരോരുത്തരും ചെയ്യുന്ന നന്മ തിന്മകളുടെ കണക്കനുസരിച്ച് വിധിക്കപ്പെടുമെന്നും നന്മ ചെയ്തവർ സ്വർഗീയ മഹത്വത്തിലേക്കും തിന്മ ചെയ്തവർ നിത്യശിക്ഷയിലേക്കും കടന്നു പോകേണ്ടി വരുമെന്നും ഇന്നത്തെ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈശോയുടെ രാജ്യം ഐഹികമല്ല. അവിടെ അധികാരത്തിൻ്റെ സിംഹാസനങ്ങളോ കിരീടങ്ങളോ ഇല്ല. അണികളുടെ അട്ടഹാസങ്ങളും ചുമരെഴുത്തുകളുമില്ല. സമ്പത്തിൻ്റെ അധിനിവേശങ്ങളില്ല. സൈനിക വ്യൂഹങ്ങളും കിടമത്സരങ്ങളുമില്ല. മറിച്ച് അവിടുത്തെ രാജ്യം സ്നേഹത്തിൻ്റെ സാമ്രാജ്യമാണ്. ഈശോയാണ് ആ സ്നേഹത്തിൻ്റെ രാജാവ്. കുരിശായിരുന്നു അവിടുത്തെ സിംഹാസനം. മുൾമുടിയായിരുന്നു അവിടുത്തെ കിരീടം. പുൽത്തൊഴുത്തായിരുന്നു ഈ രാജാവിൻ്റെ ജനനം. വിനയാന്വിതനായി കഴുതപ്പുറത്തായിരുന്നു അവൻ്റെ രാജകീയ പ്രവേശനം. പാവപ്പെട്ടവരും ദുഃഖിതരും പരദേശികളും പാപികളുമെല്ലാം അവൻ്റെ രാജ്യത്തിലെ അംഗങ്ങളായിരുന്നു. അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും പ്രലോഭനങ്ങളിൽ അവൻ ഒരിക്കലും നിബന്ധിച്ചില്ല. മറിച്ച് സ്വന്തം ജീവൻ അവസാനത്തുള്ളി രക്തം വരെയും തൻ്റെ ജനത്തിൻ്റെ രക്ഷയ്ക്കായി ഈ രാജാവ് കുരിശിൽ ബലിയർപ്പിക്കുകയാണ് ചെയ്തത്. ഇന്നും ആ തിരുബലിയിൽ നമ്മെ അവിടുന്ന് പങ്കാളികളാക്കുന്നു. ഇന്നും ഒരിക്കലും വേർപിരിയാതെ ആ സ്നേഹം നമ്മെ നിരന്തരം പിന്തുടരുന്നു. ദൈവരാജ്യത്തിൽ അധികാരി ശുശ്രൂഷകനാണ്. ദൈവരാജ്യത്തിൽ വലിയവൻ ചെറിയവനാണ്. ഇവിടെ പരസ്പരം പാദങ്ങൾ കഴുകപ്പെടുന്നു. ശത്രുക്കൾ പോലും സ്നേഹിക്കപ്പെടുന്നു. ഈശോയുടെ ഏറ്റവും വാത്സല്യം നിറഞ്ഞ മക്കളെ, ഈ എളിയവരിൽ ഒരുവനോട് കരുണ കാണിച്ചപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് കരുണ കാണിച്ചതെന്ന് ഈശോ നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അവിടുത്തെ നിത്യജീവനിൽ പങ്കുകാരാക്കുന്നതിന് അവിടുന്ന് മറ്റൊരു രാജ്യത്തിലുമില്ലാത്ത നിർദ്ദേശങ്ങളാണ് തൻ്റെ ശിഷ്യർക്ക് നൽകിയത്. വിശക്കുന്നവർക്ക് ആഹാരം നൽകുക, ദാഹിക്കുന്നവർക്ക് കുടിക്കുവാൻ കൊടുക്കുക, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകുക, രോഗിയെയും കാരാഗൃഹത്തിലുള്ളവരെയും സന്ദർശിക്കുക. അപ്പോൾ അവനോടൊപ്പം സ്വർഗീയ മഹത്വം ദർശിക്കാനുള്ള വാഗ്ദാനമാണ് അവിടുന്ന് നമുക്ക് നൽകുന്നത്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, രാജ്യങ്ങളും വ്യക്തികളും പരസ്പരം ശക്തി തെളിയിക്കുവാൻ പോരാടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തീയ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതും ഈശോയുടെ കാരുണ്യത്തിൻ്റെ മുഖം ലോകം മുഴുവൻ ദർശിക്കപ്പെടേണ്ടതും ഇന്നിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. ഈശോയെ രക്ഷകനും നാഥനും രാജാവുമായി ഇന്നേ ദിവസം നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും പ്രതിഷ്ഠിക്കാം. ലോകത്തിൻ്റെ സകല അധികാരങ്ങൾക്കും പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും മുമ്പിൽ തലകുനിക്കാതെ ക്രിസ്തീയ സ്നേഹത്തിൻ്റെ വക്താക്കളാകുവാനും സ്വന്തം ജീവൻ പോലും സഹജീവികൾക്ക് വേണ്ടി ബലിയർപ്പിക്കുവാനുമുള്ള ആത്മീയ ധൈര്യത്തിനായി നമുക്ക് ഇന്നേ ദിവസം ഈശോയോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, ഈശോയോടൊപ്പമുള്ള നല്ലൊരു ദിനം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ഏറ്റവും വാത്സല്യം നിറഞ്ഞ മക്കളെ, ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു. ഈശോ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു, ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നു. ആമേൻ.